എങ്ങനെയും വോട്ട് നേടുക എന്ന ലക്ഷ്യം മാത്രമാണ് DMKക്ക് ഇപ്പോഴുള്ളത്. അതിന് ഇപ്പോൾ എന്തും ചെയ്യാൻ അവർ റെഡിയാണ്. സനാതന ധർമ്മത്തെക്കുറിച്ച് മന്ത്രി ഉദയനിധി സ്റ്റാലിൻ നടത്തിയ വിമർശനവും തുടർന്നുള്ള വിവാദവും കെട്ടടങ്ങിയിട്ടില്ല. ഇതിനു പുറമെ ശ്രീരാമക്ഷേത്രം നിർമ്മിച്ച് ഭക്തരുടെ ഹൃദയത്തിൽ ഇടം നേടിയ BJPയെ തിരഞ്ഞെടുപ്പിൽ നേരിടാൻ നിരീശ്വരവാദം തൽക്കാലത്തേക്കെങ്കിലും മാറ്റിവെക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ DMK. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അന്താരാഷ്ട്ര മുരുകൻ ഫെസ്റ്റ് സംഘടിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് DMK. ലോകമെമ്പാടുമുള്ള മുരുക ഭക്തരെ ഉൾപ്പെടുത്തി ജൂൺ ജൂലൈ മാസങ്ങളിലായിരിക്കും ഫെസ്റ്റ് സംഘടിപ്പിക്കുക. മുരുകനെ കുറിച്ചുള്ള ഗവേഷണ പ്രബന്ധങ്ങളും പ്രദർശനങ്ങളും സമ്മേളനത്തിൽ സംഘടിപ്പിക്കും. ഇതാദ്യമല്ല മുരുകൻ തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ഭാഗമാകുന്നത്. 2020 BJP വേൽയാത്ര എന്ന പേരിൽ ഘോഷയാത്ര സംഘടിപ്പിച്ചിരുന്നു. ഹിന്ദു സ്ത്രീകളെ ആക്രമിക്കുകയും മുരുകഭക്തി ഗീതമായ കണ്ഠശക്തി കവചത്തെ അപമാനിക്കുകയും ചെയ്യുന്ന നീചശക്തികൾക്കെതിരെയുള്ള പോരാട്ടമാണ് വേലിയാത്ര എന്നായിരുന്നു BJPയുടെ പ്രതികരണം. തമിഴെല്ലാം മുരുകന്റെ സന്തതി പരമ്പരകളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നാം തമിഴർ കച്ചി നേതാവ് സീമനും രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ BJP സ്റ്റൈൽ പയറ്റി നോക്കാനുള്ള ശ്രമത്തിലാണ് DMK. അതേസമയം DMK മുരുകനിലേക്ക് തിരിയുന്നത് ഇതാദ്യമല്ല. മുരുകൻ ഫെസ്റ്റ് നടത്താനുള്ള തീരുമാനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ടാണ് BJP ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. കേന്ദ്രത്തിൽ നിന്നുള്ള പദ്ധതികളെ സ്റ്റിക്കർ മാറ്റി DMK പദ്ധതികളാക്കുകയായിരുന്നു അവർ ആദ്യം ചെയ്തത്. ഇപ്പോഴവർ ഞങ്ങളുടെ പ്രത്യയശാസ്ത്രങ്ങൾ പകർത്തി രാഷ്ട്രീയത്തിലും ഉപയോഗിക്കുകയാണ് എന്നായിരുന്നു BJP സംസ്ഥാന സെക്രട്ടറി R ശ്രീനിവാസന്റെ പ്രതികരണം. രാജ്യം മുഴുവൻ ആരാധിക്കുന്ന മുരുകനെ തമിഴ്നാട്ടിൽ മാത്രമായി ഒതുക്കാനാകില്ലെന്നും ഇത്തരം തന്ത്രങ്ങൾ തമിഴ് ജനതയെ വീഴ്ത്താനാവില്ലെന്നും ശ്രീനിവാസൻ കൂട്ടിച്ചേർത്തു. അതേസമയം അന്താരാഷ്ട്ര മുരുകൻ ഫെസ്റ്റ് ഒരു രാഷ്ട്രീയ പരിപാടിയല്ല, DMK സർക്കാർ മുരുകന് നൽകുന്ന ഉയർന്ന പരിഗണന എന്നായിരുന്നു തമിഴ്നാട് ഹിന്ദുമത ചാരിറ്റബിൾ എംപവർമെന്റ് മന്ത്രി PK ശേഖർ ബാബുവിന്റെ പ്രതികരണം. ഫെസ്റ്റിന്റെ പ്രധാന കേന്ദ്രമായി തിരുച്ചെന്തൂർ മുരുകൻ കോവിൽ മാറ്റുമെന്നും ഇതിനായി 300 കോടി ക്ഷേത്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. എന്തായാലും സ്റ്റാലിന് നല്ല ഭയമുണ്ട്. അണ്ണാമലൈ തമിഴ്നാട്ടിൽ കിട്ടുന്ന ജനപിന്തുണ ശരിക്കും പറഞ്ഞാൽ സ്റ്റാലിന്റെ ഉറക്കം കെടുത്തുകയാണ്. പക്ഷേ സ്റ്റാലിന്റെ ഈ തന്ത്രങ്ങളൊന്നും ജനങ്ങൾ വീഴില്ല. തിരഞ്ഞെടുപ്പിൽ ഇത്തവണ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നതിൽ ഒരു സംശയവുമില്ല. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.